പണ്ടൊരു കാലത്ത് ചൈന ഇന്ത്യയേക്കാൾ ദരിദ്രരാജ്യം ആയിരുന്നു. ആ ചൈനയാണ് ഇന്ന് ലോകത്തെ സൂപ്പർ പവർ ആയി മാറിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് വ്യവസായങ്ങളുടെ വളർച്ച, ടെക്നോളജിയിലെ മുന്നേറ്റങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചറിലെ മുന്നേറ്റങ്ങൾ, ഒരു രാജ്യം എങ്ങനെ നന്നായി ഭരിക്കാം എന്നെല്ലാം ഇന്ന് ചൈന മറ്റു രാജ്യങ്ങളെ കാണിക്കുകയാണ്. നമ്മൾ ഇന്ത്യക്കാർ സ്വയം സൂപ്പർ പവർ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇപ്പോഴും വികസിച്ചുവരുന്നേയുള്ളൂ എന്ന് പറയുകയാണ് ചൈനയിൽ കുറച്ച് നാളുകൾക്കുള്ളിൽ വന്ന ഈ മാറ്റം ലോകത്തെ അത്ഭുതപ്പെടുത്തുകയാണ്. അപ്പോൾ ഓരോ രാജ്യവും ചിന്തിക്കുകയാണ്, ചൈന എങ്ങനെ ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ സാമ്പത്തികമായി ഇത്രയും മുന്നേറി. ഇന്ന് അമേരിക്കയെ പോലും ടെക്നോളജിയിൽ വെല്ലുവിളിക്കാൻ ഉതകുന്ന ഒന്നായി എങ്ങനെ ചൈനയെ മാറ്റിയെടുത്തു. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ചൈനയുടെ നിർമ്മാണ രംഗത്തെ ടെക്നോളജിയിൽ വന്ന മാറ്റങ്ങളും സാംസ്കാരികമായി ഉണ്ടാക്കിയെടുത്ത മാറ്റങ്ങളും മറ്റു രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഭരണരീതികളുമാണ്. പിന്നെ മറ്റു രാജ്യങ്ങൾക്ക് ചൈനയിൽ നിന്ന് എന്തൊക്കെ പഠിക്കാൻ ഉണ്ട് എന്നൊക്കെയാണ്. ചൈനയുടെ സാമ്പത്തിക രംഗം ഇക്കഴിഞ്ഞ കൊല്ലങ്ങളിൽ കാഴ്ചവച്ചത് ഭയങ്കര അവിശ്വസനീയമായ രീതിയിലാണ്. 1980കളിൽ ചൈനയുടെ GDP പെർ ക്യാപിറ്റ ലോകത്തു തന്നെ കുറഞ്ഞ ഒന്നായിരുന്നു. ഇന്ന് ചൈന ലോകത്തെ രണ്ടാമത്തെ സാമ്പത്തിക ശക്തിയാണ്. ഇതിൽ ഒരു പ്രധാന പങ്കുവഹിച്ച ഒന്നാണ് സ്പെഷ്യൽ ഇക്കണോമിക് സോൺ ഇംപ്ലിമെന്റ് ചെയ്തത്. അതിനു ചൈനയിലെ ഷെൻസെൻ നഗരം വലിയ ഒരു ഉദാഹരണമാണ്. 1980കളിൽ ഷെൻസെൻ ഒരു 30,000-ഓളം ജനസംഖ്യയുള്ള ഒരു നഗരമായിരുന്നു. അവരിൽ ഭൂരിഭാഗവും ജീവിച്ചിരുന്നത് മത്സ്യബന്ധനത്തിലൂടെയാണ്. പിന്നീട് ചൈനീസ് ഗവൺമെന്റ് ടാക്സിൽ ഇളവ് കൊണ്ടുവന്നു, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവന്നു. ഇന്ന് ആ നഗരം ഹുവാവിയുടെയും ടെൻസെന്റിന്റെയും എല്ലാം ആസ്ഥാനമാണ്. പക്ഷേ ചൈന ചെയ്ത് സ്പെഷ്യൽ ഇക്കണോമിക് സോൺ ആക്കുക മാത്രമല്ല, ഇൻഫ്രാസ്ട്രക്ചർ കൂടി ലോകോത്തര നിലവാരത്തിൽ എത്തിച്ചു. ഹൈസ്പീഡ് റെയിൽവേ, എയർപോർട്ട്, തുറമുഖങ്ങൾ എല്ലാം വികസനത്തിന് ആക്കം കൂട്ടി. കൂടാതെ ചൈന പല പോളിസികൾ കൊണ്ടുവന്നു. പിന്നീട് ആ നഗരം ലോകത്തിന്റെ ഫാക്ടറി എന്ന് അറിയപ്പെട്ടു. ചൈനയിലെ ടെക്നോളജി മുന്നേറ്റങ്ങൾ വളരെ വേഗത്തിലാണ് മുന്നേറുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എല്ലാം ഇവിടെ വന്നു തുടങ്ങുമ്പോഴേക്കും അവിടെ എല്ലാ മേഖലകളിലും അത് ഇംപ്ലിമെന്റ് ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ചൈനയിലെ ഒരു ആപ്പാണ് WeChat. ഈ ഒരൊറ്റ ആപ്പിലൂടെയാണ് അവർ പൈസ അയക്കുന്നത്, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത്, മെസ്സേജ് അയക്കുന്നത്, വീഡിയോ ലൈവ് പോകുന്നത് എല്ലാം. ആലിബാബ, ബൈഡു, ടെൻസെന്റ് എല്ലാം ഇന്ന് വളരെയധികം മുന്നേറ്റം കാഴ്ചവയ്ക്കുന്ന കമ്പനികളാണ്. പിന്നെ ചൈനയിലെ മാപ്പുകളിൽ ഒരു സമയത്തെ ട്രാഫിക് സ്പീഡ് ലിമിറ്റ്, എത്ര സമയത്തിനുള്ളിൽ ട്രാഫിക് ലൈറ്റ് പച്ചക്കത്തും എന്നെല്ലാം സമയാസമയത്തിനു അപ്ഡേറ്റ് ചെയ്യും. ഡ്രൈവർ ഇല്ലാത്ത കാർ, ആശുപത്രികളിലും ഹോട്ടലുകളിലും വരെ റോബോട്ടുകൾ, മുഖം നോക്കി ഫൈൻ അടിക്കുന്ന ക്യാമറ എല്ലാം ഇന്ന് ചൈനയിൽ പ്രവർത്തിക്കുന്നതാണ്. നമുക്കറിയാം, ചൈനയെ ലോകത്തിന്റെ മാനുഫാക്ചറിംഗ് ഹബ് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. കാരണം കാലങ്ങളായി പറയുന്നത് അവിടെ ആളുകൾ കൂടുതൽ ഉള്ളതുകൊണ്ട് ശമ്പളം കുറവ് കൊടുത്താൽ മതി, അതായത് തൊഴിലാളികൾക്ക് കുറച്ചു വേതനം മതി എന്ന്. ഇന്ന് കാര്യങ്ങൾ ഇങ്ങനെ അല്ല. ഇത്തരത്തിൽ ചൈനയിൽ കൂലിപ്പണി ചെയ്യുന്ന ഒരാൾക്ക് ഏകദേശം ഇന്ത്യൻ രൂപ 1,00,000 ശമ്പളമുണ്ട്. അപ്പോൾ പിന്നെ ചൈന എങ്ങനെ ഇപ്പോഴും നിർമ്മാണ മേഖലയിൽ മുന്നിൽ നിൽക്കുന്നു എന്നായിരിക്കും സംശയം. ഇന്ന് ചൈനയിലെ പല കമ്പനികളിലും എല്ലാം റോബോട്ട് വച്ച് ഓട്ടോമേറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് ആയിരക്കണക്കിന് സാധനങ്ങൾ നിർമ്മിക്കുന്ന മെഷീനുകളെ നിയന്ത്രിക്കൽ ഒരാൾ മാത്രം മതി എന്ന്. കൂടാതെ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് ചൈനീസ് ഗവൺമെന്റിന്റെ സപ്പോർട്ട് വളരെ അധികമാണ്. ഇന്ന് നാം ഉപയോഗിക്കുന്ന ഫോൺ, ലാപ്ടോപ്പ്, വൈഫൈ മോഡം, ടാറ്റ കേബിൾ എല്ലാം ചൈനീസ് ആണ്. കൂടാതെ കേരള സർക്കാർ കൂടുതൽ ആശ്രയിക്കുന്നതും ചൈനീസ് സാധനങ്ങൾ ആണ്. ചൈനയിലാണ് നിലവിൽ ഇലക്ട്രോണിക് വാഹനങ്ങളുടെ ഒരു വലിയ മാർക്കറ്റ്. ചൈനയിലെ എന്നല്ല ലോകത്തിലെ തന്നെ വലിയ ഒരു നഗരമാണ് ഷെൻസെൻ. അവിടെയുള്ള 90% ഇലക്ട്രിക് ആണ്. ചൈനയിലെ വായു മലിനീകരണം കുറക്കാനായി സർക്കാർ നടപ്പാക്കിയ പല പദ്ധതികളുടെ ഭാഗമാണിത്. അതിനാൽ തന്നെ ഇന്ന് ചൈനയിലെ ഭൂരിഭാഗം നഗരങ്ങളും അന്തരീക്ഷ വായു ഗുണ നിലവാര സൂചികയിൽ വളരെ മുന്നിലാണ്. കൂടാതെ ചൈനയിൽ ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കുന്നതാണ് മറ്റേതിനേക്കാൾ ചീപ്പ് ആയിട്ടുള്ളത്. ഇന്ന് ചൈനയിലെ പല കാർ കമ്പനികളും ഇന്ന് പുറം രാജ്യങ്ങളിലേക്ക് വൻതോതിൽ കയറ്റി അയക്കുന്നുണ്ട്. കൂടാതെ EV ഇൻഡസ്ട്രിക്ക് ആവശ്യമായ ചാർജിംഗ് സ്റ്റേഷൻസ്, ഗവൺമെന്റ് ആനുകൂല്യങ്ങൾ എല്ലാം ഇന്ന് സർക്കാർ ജനങ്ങൾക്ക് നൽകുന്നുണ്ട്. നമുക്കറിയാം, ഇന്ത്യയിൽ അർബൻ പ്ലാനിംഗ് ഉണ്ടോ എന്ന് തന്നെ നമുക്ക് സംശയം തോന്നും. അത്രത്തോളം തോന്നിയ പോലെയാണ് ഓരോന്ന് കാട്ടിക്കൂട്ടി വച്ചിരിക്കുന്നത്. കൊച്ചി നഗരം തന്നെ അതിന് വലിയ ഉദാഹരണമാണ്. ചൈനയിലെ ഷെൻസെൻ നഗരത്തിൽ നോക്കിയാൽ അവർ നഗരത്തിൽ ഒരു സ്പോഞ്ച് സിറ്റി നിർമ്മിച്ചെടുത്തിട്ടുണ്ട്. ഈ പച്ചപ്പ് നിറഞ്ഞ സ്ഥലത്തിലൂടെയാണ് നഗരത്തിലെ മഴവെള്ളം ഭൂമിയിലേക്ക് ആഴ്ന്നിറക്കുന്നത്. അതുവഴി നഗരത്തിൽ വെള്ളം കയറുന്നത് ഒഴിവാക്കാൻ ഗവൺമെന്റിന് കഴിയുന്നു. ചൈന ഇന്ന് ഇത് പല നഗരത്തിൽ പരീക്ഷിച്ചു വിജയിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഒന്നാണ് ചൈനയിലെ ഹൈസ്പീഡ് റെയിൽവേ നെറ്റ്വർക്ക്. ചൈനയിലെ എല്ലാ നഗരങ്ങളെയും ഇന്ന് ചൈന ഇതുവഴി ബന്ധിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ നഗരത്തിനുള്ളിൽ തന്നെ എല്ലാ സ്ഥലത്തെയും ബന്ധിപ്പിക്കാൻ മെട്രോ സംവിധാനങ്ങളുമുണ്ട്.
ഇതെല്ലാം വളരെ കുറഞ്ഞ ചെലവിലാണ് ജനങ്ങൾക്ക് നൽകുന്നത്. കൂടാതെ പബ്ലിക് ട്രാൻസ്പോർട്ട് കൂടുതൽ വിപുലീകരിക്കാനായി ഇലക്ട്രിക് ബസ്സുകളും ചൈനയിൽ എല്ലായിടത്തുമുണ്ട്. ഇതൊന്നും കൂടാതെ ഓരോ വ്യക്തിയെയും സമൂഹത്തിനു ഗുണമുണ്ടാക്കാനായി ചൈന വൻതോതിൽ വിദ്യാഭ്യാസത്തിനായി ഫണ്ട് മാറ്റിവയ്ക്കുന്നുണ്ട്. ചൈനയിൽ 99% കൂടുതൽ പേർക്കും വായിക്കാനും എഴുതാനും എല്ലാം അറിയാം. ഇന്ത്യയിൽ ഇത് വെറും 70% ആണ്. ചൈനയിൽ എന്തെങ്കിലും ഒക്കെ വെറുതെ പഠിപ്പിക്കുകയല്ല, മറിച്ച് വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജികളിൽ ആണ് കുട്ടികൾക്ക് ട്രെയിനിംഗ് നൽകുന്നത്. ചൈന ഇന്ന് ഇന്ത്യയേക്കാൾ എത്രയോ മടങ്ങ് മുന്നിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ന് ഇന്ത്യയിലെ കേന്ദ്രസംസ്ഥാന വ്യത്യാസമില്ലാതെ ടെക്നോളജിയെ പറ്റി യാതൊരു വിവരവും ഇല്ലാത്ത പഴയ തലമുറയിലെ ആളുകളാണ് ഭരിക്കുന്നത്. കൂടാതെ പ്രതിപക്ഷങ്ങൾ ഇത് നല്ലതാണോ പൊട്ടയാണോ എന്നൊന്നുമില്ല, എന്തു വന്നാലും ഞങ്ങൾ എതിർക്കും എന്ന നിലപാടാണ്. നല്ലൊരു പ്ലാനിംഗ് ഉണ്ടെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിനും നമ്മുടെ ഇന്ത്യയ്ക്കും വളരെ നന്നായി മുന്നേറാം.